യേശുവിലേറ്റവും അനുഗ്രഹീതരായവരെ, സന്തോഷത്തോടെ ഈ നല്ല ദിവസം ദൈവവചനം കേൾക്കാൻ നമുക്കൊരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എല്ലാ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നതും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും എഴുതുന്നതും പറയുന്നതുമൊക്കെ ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തിൽ നിൽക്കുന്നവനെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. വചനത്തിൽ നിൽക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. വചനത്തിൽ നിൽക്കുന്നവൻ തകർന്നു പോകാൻ സമ്മതിക്കില്ല. വചനത്തിൽ നിൽക്കുന്നവന് തിരിച്ചറിവുകളും ബോധ്യങ്ങളും ഉണ്ടാവും. വചനത്തിൽ നിൽക്കുന്നവനാണ് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാവുന്നത്. നിങ്ങൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും ദൈവകൃപയിൽ നിന്ന് ദൈവവചനത്തിനകത്താണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതിയ കുറേ കറുത്ത അക്ഷരങ്ങൾ മാത്രമല്ല, ഇത് ജീവനുള്ള വാക്കുകളാണ്. വാക്ക് വെളിച്ചമായും വാക്ക് സൗഖ്യമായും വാക്ക് ബലമായും പ്രത്യാശയായും ഒക്കെ മാറുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓർത്ത്, ഓരോ വ്യക്തികളെയും ഓർത്ത്, ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഒന്നുമല്ലെങ്കിലും അവർ ഈ വചനം കേൾക്കാൻ അവർക്ക് നല്ലൊരു മനസ്സും ഒരു താല്പര്യവും അങ്ങ് അവർക്ക് കൊടുത്തല്ലോ. ആരുടെയും നിർബന്ധം കൂടാതെ ഈ വചനം കേൾക്കാൻ അവർ തയ്യാറാകുന്നല്ലോ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന്, കുടുംബങ്ങളിലിരുന്ന്, സമീപത്തും അകലെയുമായിരുന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങളേറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു വിഷയത്തിനകത്ത്, ആ പ്രാർത്ഥനാ നിയോഗത്തിൽ നിങ്ങളൊരു വലിയ ദൈവീക ഇടപെടൽ കാണാനിടവരട്ടെ. വലിയൊരു അത്ഭുതം കാണാനിടവരട്ടെ. അതങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആഴത്തിൽ കുഴി കുഴിച്ച് അടിത്തറ പാകി വീട് പണിത വിവേകമുള്ള മനുഷ്യനെന്ന്. ഉറപ്പുള്ള സ്ഥലത്ത് വീട് പണിത കാറ്റ് വന്നു, മഴ വന്നു, വെള്ളപ്പൊക്കം ഉണ്ടായി, അതിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്ന് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതാണ് ഉറച്ച അടിസ്ഥാനം. ഈ ഒരു അടിസ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൽ കുറവ് വന്നിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിന് പറ്റിയ അബദ്ധം, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം. ഈ അടിസ്ഥാനത്തിന് ചെറിയ പ്രശ്നമുണ്ട്. ശരിയായ അടിസ്ഥാനം എങ്ങനെയാണ് ഇടേണ്ടത്? എന്താണ് നന്മ വരാൻ, ഐശ്വര്യം ഉണ്ടാകാൻ, നല്ലൊരു ജീവിതത്തിലേക്ക് കയറാൻ, അനുഗ്രഹമുള്ളൊരു ജീവിതം നയിക്കാൻ എങ്ങനെയാണ് അടിസ്ഥാനമിടേണ്ടത്? എല്ലാവരും കേൾക്കേണ്ട ഒരു വചനമാണ്. ആ വചനം വായിക്കുന്നു. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ആദ്യം വായിക്കുകയാണ്. ഹെഡിങ് തന്നെ സുപ്രധാനമായ കൽപ്പന എന്നാണ്. പ്രധാനപ്പെട്ട ഒരു കൽപ്പന എന്നല്ല, അതിനേക്കാൾ പ്രാധാന്യത്തോടെ വചനം പറയുകയാണ്. സുപ്രധാനമായ കൽപ്പന. 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആകയാൽ ഇസ്രായേലേ കേൾക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും. വാക്കുകളെല്ലാം ശ്രദ്ധിക്കണമേ. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം. ഒന്നും ചുമ്മാതുണ്ടാകില്ല. വിലയുള്ളതിന് വില കൊടുക്കണം, വില കൽപ്പിക്കണം. ദൈവവചനം വിലയുള്ള ഒന്നാണ്. അതിന് വില കൊടുക്കുമ്പോഴേ ജീവിതത്തിൽ നന്മയുണ്ടാകത്തുള്ളൂ. പരാതി പറഞ്ഞിട്ട്, സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നിനക്ക് നന്മയുണ്ടാകാൻ, മക്കൾക്ക് നന്മയുണ്ടാകാൻ, സാമ്പത്തിക മേഖലയിൽ നന്മയുണ്ടാകാൻ. എവിടെയെല്ലാം നന്മ വേണോ, ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ വേണോ,
ചില കാര്യങ്ങൾ അനുഷ്ഠിക്കണം. എന്താ അനുഷ്ഠിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. 6-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം, നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ നിനക്ക് നന്മ വരത്തുള്ളൂ, നന്മയുണ്ടാകത്തുള്ളൂ. ആത്മീയമാണേലും ഭൗതികമായാലും നന്മയുണ്ടാകണമെങ്കിൽ അവ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഡെയിലി ബ്ലെസ്സിങ്ങിൽ, നിയോഗ പ്രാർത്ഥനയിൽ ഇത്രയധികം അത്ഭുതം നടക്കാൻ, വിടുതലുകൾ നടക്കാൻ, ഈ ശുശ്രൂഷ അനേകർ ഏറ്റെടുക്കാൻ എന്താ കാരണം? നന്മയുണ്ടായ ഒത്തിരി അനുഭവം ഉണ്ടായി. പ്രസംഗിക്കുന്ന ആളുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ഈ സ്ഥലത്തിൻ്റെ മാത്രം പ്രത്യേകത കൊണ്ടല്ല, എല്ലാ ദിവസവും പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് ഓരോ വ്യക്തികളിലും മാറ്റങ്ങളും അത്ഭുതങ്ങളും പുതിയ വഴികളും ഒക്കെ തുറന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾക്കത് കാരണമായത്. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലുണ്ടായിരിക്കണം. അടുത്തത്, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, ക്ലാസ് എടുത്ത് കൊടുക്കണം, ഇതിനെക്കുറിച്ച് പറയണം. ഭക്ഷണത്തിനിരിക്കുമ്പോൾ, അല്പനേരം ഒരുമിച്ച് കിട്ടുമ്പോൾ, ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, വളരെ ചെറിയ പ്രായമുള്ള കുഞ്ഞുങ്ങളായിരിക്കും, ഇതൊക്കെ മനസ്സിലാക്കുവോ, ഇതൊക്കെ അറിയാവോ? നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്. അവർ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലേലും നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കണം, പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് നന്മയുണ്ടാകാൻ ചെയ്യേണ്ടത്? ദൈവവചനം കേൾക്കണം, അത് പഠിക്കണം. വീട്ടിലായിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ അവയെപ്പറ്റി സംസാരിക്കണം. പ്രിയപ്പെട്ടവരോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, പ്രിയപ്പെട്ടവരോട്, ബന്ധത്തിലുള്ളവരോട് ദൈവവചനത്തെപ്പറ്റി സംസാരിക്കണം. ഇതൊക്കെ എന്തിനെന്നറിയാമോ? നന്മയുണ്ടാകാൻ. ഇതിനൊക്കെ സ്വർഗത്തിൽ വിലയുണ്ട്. ദൈവം ഗൗരവമായി കാണുന്നതിനെ നമ്മളും ഗൗരവമായി തന്നെ കാണണം. ദൈവവും ദൈവത്തിൻ്റെ വചനവും എന്തെല്ലാം കാര്യങ്ങളെ ഗൗരവമായി സുപ്രധാനമായി കണ്ടിട്ടുണ്ടോ, അതിനെ നമ്മളും സുപ്രധാനമായും ഗൗരവമായിട്ടും കാണണം. ഇതിനൊക്കെ ആർക്കാ നേരം? ഇതൊക്കെ ആര് കേൾക്കാനാ? ഇതൊക്കെയാണോ? അങ്ങനെയല്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവ കയ്യിലൊരടയാളവും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിൻ്റെ മേലും പടിവാതിൽക്കലും എഴുതണം. ഇതൊക്കെ ചെയ്യണം. വീട്ടിൽ എഴുതി വയ്ക്കണം, ഡയറിയിൽ എഴുതി വയ്ക്കണം, അത് സംസാരിക്കണം, അത് ഹൃദയത്തെ സൂക്ഷിക്കണം. ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ? ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നന്മയുണ്ടാകും. നിങ്ങളുടെ ദൈവമായ കർത്താവ് പാലും തേനും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ വർദ്ധിക്കാനും നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകാൻ ഇതൊക്കെ ചെയ്യണം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുന്നോ? ദൈവവചനത്തെ കൂടുതലായി സ്നേഹിച്ചു തുടങ്ങണം, കേട്ടു തുടങ്ങണം. ചിലതൊക്കെ എഴുതി വയ്ക്കണം, അത് മക്കളെ പഠിപ്പിക്കണം. ഒരുമിച്ചിരിക്കുമ്പോൾ ഇന്ന് കേട്ട വചനത്തെപ്പറ്റി സംസാരിക്കണം. ഇത് മുഴുവൻ മനസ്സിലായില്ലേ പോലും ഈ വചനം ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് അത് കേൾക്കാൻ മനസ്സ് വയ്ക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അങ്ങനെ ഒരു സമയവും വിലയും ആരോഗ്യമൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നന്മയുണ്ടാകാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ്, വചനം പങ്കുവയ്ക്കുക അനുഗ്രഹത്തിൽ പങ്കാളിയാകും. വചനം പങ്കുവയ്ക്കണം, വചനം അനേകർക്ക് കൊടുക്കണം. പ്രിയപ്പെട്ടവർക്ക്, കുടുംബക്കാർക്ക്, ദേശക്കാർക്ക്, പള്ളിയിലുള്ളവർക്ക്, സുഹൃത്ത് വലയത്തിലുള്ളവർക്ക്. ഒരാളെ പരിചയപ്പെട്ടാൽ അവരുടെ നമ്പർ വാട്സപ്പിൽ സേവ് ചെയ്ത് അവർക്ക് വചനം അയച്ചു കൊടുക്കണം. കാരണം വചനം പങ്കുവയ്ക്കുമ്പം ആ വചനത്തിനകത്തുള്ള അനുഗ്രഹത്തിൽ
ഞാനും നിങ്ങളും പങ്കാളികളാവും. ഈ ശുശ്രൂഷ ഇങ്ങനെ അനുഗ്രഹമാകാൻ കാരണം വചനം അനേകർ ഇന്ന് പങ്കുവയ്ക്കാൻ തുടങ്ങി, സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി, പറയാൻ തുടങ്ങി, വാമൊഴിയായി പറയാൻ തുടങ്ങി. പല കാര്യങ്ങളിലും ഈ വചനം പറഞ്ഞ് ഈ ശുശ്രൂഷയെപ്പറ്റി, വചനത്തെപ്പറ്റി പറയാൻ തുടങ്ങി. വചനം പങ്കുവയ്ക്കുക, അനുഗ്രഹത്തിൽ പങ്കാളികളാകുക. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരാ നമ്മൾ. നോക്കുക, ഇന്ന് കേട്ട വചനം നിനക്ക് നന്മയുണ്ടാകാൻ, വർദ്ധിക്കാൻ എന്താ ചെയ്യണ്ടേ? അതിൻ്റെ എന്തു മാർഗമാണ് സ്വീകരിക്കേണ്ടത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമായ കർത്താവിൻ്റെ വചനത്തെ നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. രാവും പകലും ധ്യാനിക്കണം, മക്കളെ പഠിപ്പിക്കണം, സംസാരിക്കണം. ഇതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ള സത്യങ്ങളാണ്. ഇതിനെ എങ്ങനെ എഴുതിയെന്നറിയാവോ? സുപ്രധാനമായ കാര്യമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു സാധാരണ കാര്യമൊന്നോ ചെയ്യണം, ഒക്കുന്ന പോലെ ചെയ്യണമെന്നല്ല. ഇത് സുപ്രധാനമായ, ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഇതിനെ ഗൗരവത്തോടെ കാണുമ്പോൾ അതിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ ഗൗരവവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിങ്കളാഴ്ച, ഇന്ന് ശനിയാഴ്ച, നാളെ കഴിഞ്ഞ് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്, ഈ ഒരു മാസം മുഴുവൻ തിങ്കളാഴ്ച മുതൽ പ്രാർത്ഥിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി പോയ, അല്ലെങ്കിൽ അങ്ങനെ ജീവിതം താറുമാറായ, വഴിതെറ്റിപ്പോയ, കുടുംബജീവിതം തകർന്ന, ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അതോടൊപ്പം ആരും, നമ്മുടെ കുഞ്ഞുങ്ങളോ തലമുറയിൽ ആരും ഈ ഒരു വഴിക്ക് പോകരുത്. ഈ മദ്യത്തിലും മയക്കുമരുന്ന് ലഹരിക്കും തെറ്റായ കൂട്ടുകെട്ടിലും പോയി തകർന്ന് സാമ്പത്തികവും പോയി, ആത്മീയതയും പോയി, ദൈവവും പോയി, ദൈവത്തോടുള്ള ബന്ധവും പോയി, ആരും ആ ഒരു ജീവിത മാർഗത്തിലേക്ക് വഴിതെറ്റി പോകാതിരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. സാധിക്കുന്നവരോടൊക്കെ പറയുക, ആഗ്രഹിക്കുന്നവർ പങ്കെടുക്കട്ടെ. അത് അനുഗ്രഹമായിട്ട് വരും. സാവൂളിനെ തൊട്ട കൈകൊണ്ട് ദൈവം അനേകരെ തൊടും. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ തീരുമാനത്തിലുണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, ആത്മഹത്യാ പ്രവണതകളിൽ നിന്നുമെല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്രച്ചൻ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ. അസൂയയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ശരീരത്തെയും മനസ്സിനെയും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആപത്തപകടങ്ങളുണ്ടാകാതെ, തകർച്ചകളുണ്ടാകാതെ, പരാജയങ്ങൾ ഉണ്ടാകാതെ, അനിഷ്ട സംഭവങ്ങളുണ്ടാകാതെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, ആരോഗ്യമുള്ള അന്തരീക്ഷം ഞങ്ങൾക്ക് തരണമേ. നല്ല ബന്ധങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതം കാണാനിട വരട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിഷയം എന്തോ ആകട്ടെ, അതിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ഇന്ന് നിങ്ങളൊരു അത്ഭുതം കാണാനിട വരട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കാം. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെ ഞായറാഴ്ചയാണ്. നാളെ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നാളെ സാധ്യമായ എല്ലാവരും ആ വചനം കേൾക്കുക. 5:30 ഒരുമിച്ച് കാണുക. 5-10 മിനിറ്റല്ലേ ഉള്ളൂ. നന്മയുണ്ടാകാൻ, കുടുംബത്തിനകത്ത് അനുഗ്രഹം ഉണ്ടാകാൻ ഈ ശുശ്രൂഷ, ഈ പ്രാർത്ഥന കാരണമാകും. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.